സിനിമ സകല കലകളുടെയും സമ്മേളനമായ കലാരൂപം. ചിരിക്കാനും ചിന്തിക്കാനും കരയിക്കാനും ആനന്ദിപ്പിക്കാനും സിനിമയിലൂടെ സാധിക്കുന്നു. പലരുടെയും മോഹവും സ്വപ്നവുമാണ് സിനിമ. സിനിമ തന്നെയാണ് പലർക്കും ജീവിതവും. ഇവിടെ ഈ ട്രാവൻകൂർ സ്റ്റുഡിയോ ഒരു കണ്ണാടി പോലെ ക്യാമറ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിക്കുന്നു. നോവും നൊമ്പരവും കണ്ണീരും കിനാവുകളും ചിരിയുടെ മേലാപ്പിയാർത്തി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിൽ കഥാപാത്രമായി മാറുന്നു. ഇന്നിവിടെ ഒരു സിനിമാ ചിത്രീകരണത്തോടെ ട്രാവൻകൂർ സ്റ്റുഡിയോ ഉണരുകയാണ്. നമുക്ക് ക്ലോസ് എടുക്കാം. എന്താണ് കാണിക്കുന്നത്? നാരങ്ങ വെള്ളം ടേക്ക് സമയത്താണ് നാരങ്ങ വെള്ളം കൊടുക്കുന്നത്. ഷെയറിൽ എന്തോന്നാണ് ഇതൊക്കെ? അശ്വതി, സോറി അശ്വതി, നമുക്ക് സെയിം ഒന്നുകൂടെ എടുക്കാം. ഇത് സെയിം സാധനം നമ്മൾ ഒന്നുകൂടെ എടുക്കുവാണ്. അതുപോലെ തന്നെ സെയിം കേട്ടോ. പറയണ്ടേ? നീ എന്താണ് വീണ്ടും നിൽക്കുന്നത്? സാറല്ലേ പറഞ്ഞ സെയിം ഒന്നുകൂടെ എടുക്കണോ? നിനക്ക് ആരാണ് വിളിച്ചത്? ഇവിടുന്ന് വരുന്നതാ നീയൊക്കെ. അശ്വതി, സോറി കേട്ടോ, ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, ക്യാമറ ആക്ഷൻ. പൂച്ചയുടെ ഒരു കാര്യേ. അയ്യോ, നായികയാണോ? നായിക അല്ല, അമ്മയാ. പൂച്ചണ്ട. എവിടുന്ന് കിട്ടിയോ ഇതമ്മ? ഷെർലി, അടുത്ത സീൻ ഒരു കാര്യം ചെയ്യും. ആ കുട്ടിയുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറയണം. പിന്നെ കുറേ ഡയലോഗുകളുണ്ട്. ആ കുട്ടിയെ കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കുറച്ച് കൂടി പോകുന്നുണ്ട്. എന്തോ നാരങ്ങ വെള്ളം കൂച്ചോ. എന്താണ് ഇത്? നാരങ്ങ വെള്ളം. ഇത് നാരങ്ങയില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അയ്യോ, 5 നാരങ്ങ തന്നിട്ട് 50 പേര് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. വല്ലാത്തൊരു പ്രൊഡക്ഷൻ തന്നെ കേട്ടാ. അരിയില്ല, മണ്ണെണ്ണയില്ല, ഉപ്പുമില്ല, മുളകും ഇല്ല. ഇനി 50 പേർക്ക് ഞാൻ എവിടെ നിന്നിട്ട് ആഹാരം കൊടുക്കാനാ? സുഗുണ, ഒരു കാര്യം ചെയ്യാം. ഞാനേ ഈ ലൊക്കേഷൻ അങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് പല ദുരിതാശ്വാസ ക്യാമ്പിനെ ഷൂട്ട് വയ്ക്കാം. അവിടെ പിന്നെ ഭക്ഷണത്തിന് യാതൊരു കുറവുണ്ടാവില്ല. അത് കറക്റ്റ്, നല്ല ഐഡിയ ആണ്. കാതര, നീ ഒന്ന് കാതര, അടുത്തെടുക്കാനുള്ള സീനി ഡയലോഗ് മൊത്തം നാടകീയത നിറഞ്ഞാണ്. നമുക്കത് വേണ്ട. ദേ, എൻ്റെ സിനിമയിലെ ഡയലോഗ് കാഷ്വൽ ആയിരിക്കണം. അല്ല, ഈ ക്യാഷ്വൽ എന്ന് പറയുമ്പോഴേ ഞാൻ ഇനി എത്ര നാൾ അവന് വേണ്ടി കാത്തിരിക്കണം ഭഗവാന്? ഇനി അവനെ വെട്ടിപ്പുളക്കാൻ അവൻ എന്നാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ആ നായികയെ കൊണ്ട് പറയിപ്പിക്കണോ ഞാൻ? അത് കലക്കി വെച്ചതാരെങ്കിലും എടുത്ത് കുടിച്ചു കാണുമോ എന്തോ. പിന്നെ എടോ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ലൈഫായിരിക്കണം. ലൈഫിൽ പോകണം. എൻ്റെ സിനിമ ലൈഫാണ്. ഡയലോഗ് ലൈഫായിരിക്കണം. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ലൈഫ് പോലും കളഞ്ഞിട്ടാണ് ഈ സിനിമയിലെ സ്ക്രിപ്റ്റിന്റെ ലൈഫിന് വേണ്ടി ഞാൻ കുത്തിയിരുന്ന് എഴുതുന്നത്. കാതര, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് മോശമായി കഴിഞ്ഞാൽ ആ സിനിമ പോയി. അത് മനസ്സിലാക്കണം. ഇതേ ഒരുപാട് പേരുടെ ജീവിതം, അത് വെച്ച് കളിക്കരുത്. ഞാനൊരു കാര്യം പറയാം, ആദ്യം സിനിമ മോശമാണോ സ്ക്രിപ്റ്റ് മോശമാണോ എന്ന് ഇതൊന്ന് വെളിയിൽ വരട്ടെ.